നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുട്ടടയിലെ UDF സ്ഥാനാർത്ഥി വൈഷ്ണയ്ക്കെതിരെ പരാതി നൽകിയ CPM ബ്രാഞ്ച് അംഗം ധനേഷ് കുമാറിന്റെ ഒരു പ്രതികരണം വരികയാണ്. തന്റെ വീട്ടു നമ്പറിൽ 28 വോട്ടുണ്ടെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഹിയറിംഗിൽ സമ്മതിച്ചിട്ടില്ല എന്നാണ് ധനേഷ് കുമാറിന്റെ പ്രതികരണം. മുട്ടട വാർഡ് രൂപീകരിക്കുന്ന സമയത്തെ വോട്ടർ പട്ടിക അനുസരിച്ചാണ് ഈ വോട്ടർമാരുടെ പേര് ചേർത്തിട്ടുള്ളത്. വോട്ടർ പട്ടിക ഉണ്ടാക്കിയത് താനല്ല, താൻ ആരുടെയും പേര് ചേർത്തിട്ടില്ല എന്നും ധനേഷ് കുമാറിന്റെ പ്രതികരണം. 28 പേരും 10 വീടുകളിലായി താമസിക്കുന്നവരാണ്. എല്ലാ വീടിന്റെ നമ്പർ 22 എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതെങ്കിലും ഓരോ വീടിനും പ്രത്യേകം പേരുണ്ട്. വീട്ടു നമ്പർ തിരുത്തേണ്ടത് കോർപ്പറേഷനാണ്. പുതിയ വാർഡ് നമ്പർ വന്നതോടെ വീട്ടു നമ്പറുകൾ കോർപ്പറേഷൻ പരിഷ്കരിക്കുമെന്നാണ് താൻ കരുതുന്നത്. കള്ള വോട്ടാണ് ചേർത്തതെങ്കിൽ UDF പരാതി നൽകേണ്ട സമയത്ത് നൽകണമായിരുന്നുവെന്നും ധനേഷ് കുമാറിന്റെ പ്രതികരണം. എന്തായാലും ഈ ഒരു വൈഷ്ണയ്ക്കെതിരെ ഇത്തരത്തിൽ പരാതി നൽകിയതിന് തൊട്ട് പിന്നാലെ തന്നെ ഈ ധനേഷ് കുമാറിന്റെ വീട്ടുകാർക്ക് ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നത്. എന്തായാലും അതിലൊരു വിശദീകരണമാണ് അദ്ദേഹം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കമ്മീഷൻ തെളിവെടുപ്പ് കഴിഞ്ഞു. ഈ വൈഷ്ണയുടെ വോട്ടുമായി ബന്ധപ്പെട്ട് സംബന്ധിച്ചുള്ള ആരോപണങ്ങളിൽ കമ്മീഷൻ തെളിവെടുത്ത് കഴിഞ്ഞു. ഇന്നാണ് തീരുമാനം വരിക. കോർപ്പറേഷൻ മുട്ടട വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിനെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ സംഭവത്തിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തെളിവെടുപ്പ് നടത്തി. വൈഷ്ണയുടെയും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ പരാതി നൽകിയ CPM ബ്രാഞ്ച് അംഗം ധനേഷ് കുമാറിന്റെയും വാദം കേട്ട കമ്മീഷൻ തീരുമാനം ഉച്ചയ്ക്ക് മുൻപ് പ്രഖ്യാപിക്കുമെന്ന് ഇരുഭാഗത്തോടും വ്യക്തമാക്കി. നിയമത്തിലും കമ്മീഷനിലും വിശ്വാസമുണ്ടെന്നും തുടരുമെന്നുമായിരുന്നു വൈഷ്ണയുടെ പ്രതികരണം. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഷാജഹാന്റെ ഓഫീസിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് 3 മണിക്കായിരുന്നു ഹിയറിംഗ് നടന്നത്. 2.5 മണിക്കൂറോളമാണ് ഹിയറിംഗ് നീണ്ടു നിന്നത്. വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെയാണ് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസറും മറ്റ് അധികൃതരും പ്രവർത്തിച്ചതെന്ന് വൈഷ്ണയ്ക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് മൃദുൽ ജോൺ മാത്യു കമ്മീഷനോട് വ്യക്തമാക്കി. എന്തായാലും ഹിയറിംഗ് ഒക്കെ നടത്തി കഴിഞ്ഞു. ഇന്ന് ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനം അറിയിക്കാമെന്ന് കക്ഷികളെ കമ്മീഷൻ അറിയിക്കുകയുണ്ടായി. അതേസമയം ഹിയറിംഗ് നടക്കുന്നതിനിടെ വൈഷ്ണയുടെ പരാതിയെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ വിമർശിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നു. ഇതിനെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ കമ്മീഷന് ഈ വാർത്തകൾ പ്രകോപിപ്പിച്ചിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥനെ ഒഴിച്ചുള്ള മറ്റു കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരെ ഹിയറിംഗ് ഹാളിൽ നിന്ന് കമ്മീഷണർ പുറത്താക്കുകയും ചെയ്തു. ഹിയറിംഗിൽ പരാതിക്കാരനായ ധനേഷ് വൈഷ്ണയുടേത് വ്യാജ വോട്ടാണെന്ന വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത്. വൈഷ്ണ താമസമില്ലാത്ത TC നമ്പറിലാണ് വോട്ട് ചേർത്തത്. ഇത് ഒഴിവാക്കണമെന്ന് ധനേഷ് ആവർത്തിച്ചു വാദിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ താൻ നൽകിയ വിലാസത്തിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുണ്ടെന്നും കഴിഞ്ഞ മെയ്യിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർത്തതായും വൈഷ്ണയും കമ്മീഷന് വ്യക്തമാക്കി. വോട്ടർ പട്ടികയിൽ TC നമ്പർ തെറ്റായി രേഖപ്പെടുത്തിയത് കോർപ്പറേഷന് തെറ്റാണെന്നും വൈഷ്ണയുടെ പ്രതികരണം. രേഖപ്പെടുത്തിയ ഇതേ വിലാസത്തിലെടുത്ത തിരിച്ചറിയൽ കാർഡുകളും പാസ്പോർട്ടും ഹാജരാക്കി. അഭിഭാഷകർക്കും KPCC അംഗം JS അഖിലിനൊപ്പമായിരുന്നു വൈഷ്ണ എത്തിയത്. അതേസമയം ഇപ്പോഴാണ് തന്റെ ഭാഗം പറയാൻ അവസരം കിട്ടിയതെന്നും അനുകൂല തീരുമാനമുണ്ടാകുമെന്നാണ് തന്റെ പ്രതീക്ഷയെന്നും ഹിയറിംഗിന് ശേഷം വൈഷ്ണയുടെ പ്രതികരണം. തിരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും വൈഷ്ണ ഉൾപ്പെടെ 6 പേരുടെ വോട്ടുകൾക്കെതിരെ പരാതി നൽകിയിരുന്നതായി പരാതിക്കാരൻ ധനേഷും പ്രതികരിക്കുകയുണ്ടായി. എന്നാൽ ധനേഷിന്റെ വീടിന്റെ TC നമ്പർ 28 വോട്ടുണ്ടെന്ന് പരിശോധിക്കണമെന്ന് KPCC അംഗം JS അഖിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടറോട് കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ ഒരു കാര്യത്തിലാണ് അദ്ദേഹം ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ ഈ ഒരു വിഷയത്തിൽ ഹൈക്കോടതി നിർണായകമായ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഈ മാസം 20-നുള്ളിൽ ജില്ലാ കളക്ടർ തീരുമാനമെടുക്കണമെന്നായിരുന്നു ഹൈക്കോടതി നിർദ്ദേശിച്ചത്. വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരായ വൈഷ്ണയുടെ ഹർജി പരിഗണിച്ചുകൊണ്ടായിരുന്നു ഹൈക്കോടതി ഇടക്കാല ഉത്തരവിറക്കിയത്. നടപടിയെ വിമർശിച്ച കോടതി അനാവശ്യ രാഷ്ട്രീയം മാത്രമാണിതെന്ന് വ്യക്തമാക്കിയിരുന്നു. വൈഷ്ണയ്ക്കെതിരെ പരാതി നൽകിയ CPM നടപടിയെ ഹൈക്കോടതി വിമർശിക്കുകയും ചെയ്തു. ഒരു യുവ സ്ഥാനാർത്ഥി മത്സരിക്കാൻ വരുമ്പോൾ ഇങ്ങനെയാണോ കാണിക്കേണ്ടതെന്നായിരുന്നു കോടതിയുടെ ചോദ്യം. വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കിയതിനെതിരെ വൈഷ്ണ നൽകിയ അപ്പീൽ പരിഗണിക്കാനും ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. സാങ്കേതികത്വത്തിന്റെ പേരിൽ 24 വയസ്സുള്ള കുട്ടിയെ മത്സരിപ്പിക്കാതിരിക്കരുതെന്നായിരുന്നു ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയത്. കേസിൽ കക്ഷി ചേർക്കണമെന്ന് തിരുവനന്തപുരം കോർപ്പറേഷനും ആവശ്യപ്പെട്ടു. എന്നാൽ കോർപ്പറേഷൻ ഇതിൽ എന്താണ് കാര്യമെന്നായിരുന്നു ഹൈക്കോടതിയുടെ ചോദ്യം. കോർപ്പറേഷൻ അനാവശ്യമായി ഇടപെടരുതെന്നും കോടതി ഓർമ്മിപ്പിച്ചു. ഹർജിക്കാരിയും പരാതിക്കാരനും ജില്ലാ കളക്ടർക്ക് മുമ്പാകെ ഹാജരാകണമെന്ന ഉത്തരവ് ഹൈക്കോടതി പുറപ്പെടുവിക്കുകയും ചെയ്തു. ഇടക്കാല പുറപ്പെടുവിച്ച കോടതി ഹർജി പിന്നീട് പരിഗണിക്കാനായി മാറ്റിയിരുന്നു. എന്തായാലും കളക്ടർക്കും വൈഷ്ണ സുരേഷ് അപ്പീൽ നൽകിയിരുന്നു. അന്തിമ വോട്ടർ പട്ടികയിലും സപ്ലിമെന്ററി പട്ടികയിലും വൈഷ്ണയുടെ പേര് വന്നിരുന്നില്ല. തിരുവനന്തപുരം
തിരുവനന്തപുരം മുട്ടട വാർഡിലെ UDF സ്ഥാനാർത്ഥിയാണ് KSU ജില്ലാ വൈസ് പ്രസിഡന്റായ വൈഷ്ണ. പേര് ഒഴിവാക്കിയതോടെ വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വം തുലാസിലായിരുന്നു. ഇതോടെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി ഉത്തരവിടുന്നു. അതിനുശേഷം അനുകൂലമായൊരു നിലപാട് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. പിന്നാലെ തനിക്ക് വീണ്ടും മത്സരിക്കാനാകുമെന്ന ശുഭപ്രതീക്ഷ വൈഷ്ണയ്ക്ക് വരുന്നു. പിന്നീട് പ്രചാരണ രംഗത്തൊക്കെ സജീവമാകുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത്. എന്തായാലും ഇന്ന് അന്തിമ തീരുമാനമുണ്ടാകും. മത്സരിക്കാനാകുമോ ഇല്ലയോ എന്നൊരു ചോദ്യം തന്നെയാണ്. എന്തായാലും വൈഷ്ണയ്ക്ക് മത്സരിക്കാനാകുമോ ഇല്ലയോ എന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കിയാകുകയാണ്. CPMന്റെ ആ ഒരു പരാതി തള്ളപ്പെട്ടു പോകുമോ, അല്ലെങ്കിൽ അത് അംഗീകരിക്കപ്പെടുമോ, വൈഷ്ണയ്ക്ക് മത്സരിക്കാനാകുമോ ഇല്ലയോ എന്നതും ഒരു ചോദ്യം തന്നെയാണ്. വരും മണിക്കൂറുകളിൽ അതിനെക്കുറിച്ചുള്ളൊരു വ്യക്തത വരുത്താനാകും. എന്താണ് തീരുമാനം എന്നത്, പ്രത്യേകിച്ച് കോടതി ഇടപെട്ടത് അനുകൂലപരമായിട്ട് തന്നെയാണ്. ഒരു വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കരുതെന്നൊരു വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. എന്തായാലും അത്തരത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നൊരു അനുകൂല സമീപനമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈഷ്ണയ്ക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.